അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ സന്തത സഹചാരി മരണപ്പെട്ടു പോയപ്പോ പൊട്ടിക്കരയുകയാണ്, അല്ലാഹുവേ എനിക്കാ മനുഷ്യന്റെ ഖബറൊന്ന് കാണിച്ചു തരണമല്ലാ, ആ ഖബറിന്റെ അകത്തെ രംഗം എനിക്കൊന്ന് കാണണമല്ലാ. നിസ്കരിച്ചിരുന്ന, നോമ്പ് പിടിച്ചിരുന്ന, നിസ്കാരത്തഴമ്പുള്ള, ഈമാന്റെ പ്രകാശമുള്ള എന്റെ സഹചാരിയുടെ ഖബർ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ദിവസം അങ്ങനെ ദുആ ചെയ്തതിനു ശേഷം ഒരു ഉറക്കത്തിലൂടെ ഖബർ സ്വപ്നം കാണുകയാണ്. ഒരുപാട് പേര് ഖബറുകൾ സ്വപ്നം കണ്ടവരുണ്ട് ഉറക്കത്തിലൂടെ. ദുആ ചെയ്തതിന്റെ ഫലമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്വപ്നം കണ്ടിട്ടുണ്ട്, അബൂജഹലിന്റെ ഖബർ സ്വപ്നം കണ്ടിട്ടുണ്ട്, അബൂലഹബിന്റെ ഖബർ സ്വപ്നം കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹു സങ്കടപ്പെടുകയാണ്. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന റബ്ബേ, എന്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി, അവൻ നിസ്കാരമുള്ളവനാണ്, ഖബറിനെ പേടിച്ചിരുന്നവനാണ്, ഈമാന്റെ പ്രകാശമുള്ളവനാണ്, അതുകൊണ്ടാ ഖബറിന്റെ ജീവിതം എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ഒരു രാത്രിയിലാ ഖബർ സ്വപ്നം കാണുകയാണ്. ഒരു രാത്രിയിലാ ഖബർ സ്വപ്നം കാണുകയാണ്. ആ ഖബറിന്റെ അകത്ത് ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുകയാണ്. എഴുന്നേറ്റിരിക്കുമ്പോ ആ മനുഷ്യന്റെ മുഖത്തിന്റെ നേർ പകുതി കത്തിക്കരിഞ്ഞു പോയിരിക്കുകയാ. അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, എന്ത് പറ്റിപ്പോയി നിന്റെ മുഖത്ത്? ഖബറിന്റെ അവസ്ഥ എങ്ങനെയാ? ഖബറിന്റെ അദാബുകളുണ്ടോ? ഖബറിന്റെ പുണ്യങ്ങളാണോ നിനക്കുള്ളത്? എന്താണെന്ന് എന്നോടൊന്ന് പറയണമെന്റെ സമാധാനത്തിനാ. അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ മരണത്തിന് മുമ്പ് എന്റെ എല്ലാ തെറ്റുകളും ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞതാ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയാൽ അവൻ വല്ലാത്ത ഭാഗ്യവാനാണ്. എന്റെ എല്ലാ തെറ്റുകളും ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞതാ. ഇല്ലാ റംബം വാഹിദ, ഒരു തെറ്റൊടിച്ച് ഇസ്തഹയ്തു അൻ അഖുറബി, ഇസ്തഹയ്തു അൻ അഖുറബി, ആ തെറ്റെന്റെ റബ്ബിനോട് പറയാൻ എനിക്ക് ലജ്ജയായിരുന്നു. ആ തെറ്റുകൾ എന്റെ പടച്ചവനോട് പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നരകത്തിന്റെ ഒരു കല്ല്, നരകത്തിന്റെ ഒരു കനൽ കട്ട എന്റെ മുഖത്തേക്ക് വന്ന് വീഴുകയാ. എന്റെ മുഖത്തിന്റെ പകുതിയോളം ഭാഗം അത് കരിച്ചു കളയുകയാ. ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ വരികയാ. അതിന്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റൂല. അബ്ദുല്ലാഹിൽ ബറാസ് ചോദിക്കുകയാ, എല്ലാ തെറ്റുകളും നിന്റെ പടച്ചോന് പുറത്തു തന്നിട്ട് ആ ഒരു തെറ്റ് റബ്ബിനോട് തൗബ ചെയ്യാ നീ ലജ്ജിച്ചതിന്റെ കാരണമെന്തേ? ആ തെറ്റ് ഏതാണ്? ആ തെറ്റേതാണെന്ന് ചോദിക്കുകയാണ്. സുല്ലിയത്ത് വന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്തു പോകുന്ന തെറ്റിന്റെ കൂമ്പാരങ്ങളും കൊണ്ട് എങ്ങനെയാണ് ഖബറിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ? അബ്ദുല്ലാഹിൽ ബറാസിനോട് ആ മരണപ്പെട്ടു പോര മനുഷ്യൻ പറയുകയാ, ഇന്നീ നളറുതു ഇലാ ഉലാമിൻ ജമീൽ, കാണാൻ ഭംഗിയുള്ള അഴകുള്ള ഒരു പാവപ്പെട്ട സഹോദരന്റെ മുഖത്തേക്ക് വികാരത്തോടെ ഞാനൊന്ന് നോക്കിയതാ. ഒരു ആൺകുട്ടിയുടെ മുഖത്തേക്ക് വികാരത്തോടെ ഞാനൊന്ന് നോക്കിപ്പോയത് മാത്രമാണ്. അവനെ ഞാനൊന്നും ചെയ്തില്ല, എന്റെ വികാര പൂർത്തീകരണം പോലും നടത്തിയില്ല. പെണ്ണിനെയല്ല, ആണിനെയാണ്. കാണാൻ ഭംഗിയുള്ള ഒരാൺകുട്ടിയുടെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കിപ്പോയപ്പോൾ എന്റെ മുഖത്ത് ഓരോ ദിവസവും നരകത്തിന്റെ തീക്കട്ട കൊണ്ട് അള്ളാഹു വെച്ച് പിടിപ്പിക്കുകയാ. ഇന്ന് പറഞ്ഞു പോയെങ്കിൽ സുല്ലിയത്ത് വന്ന പ്രിയപ്പെട്ടവരെ, ഡൽഹിയുടെ തെരുവോരത്ത് പാവപ്പെട്ട പെൺകുട്ടിയെ നാലായി വലിച്ചു കീറിയിട്ട് കുടല് പുറത്തെറിഞ്ഞവരെ, കോടതി വിധി എന്തായിരുന്നാൽ പടച്ചോന്റെ വിധി നിന്നെ കാത്തിരിക്കുന്നുണ്ടടാ.
പെൺകുട്ടികളെ കാമക്കണ്ണുകൊണ്ട് നോക്കുന്നവരെ, വ്യഭിചാരത്തിന് അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ സർവ്വസീമകളും പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പിശാചിന്റെ നൃത്തം ചെയ്യുന്നവരെ, ഖബറിന്റെ അകത്ത് സമാധാനമില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ, ഇന്നത്തെ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തോ. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ഒരു അണുവളവ് നന്മയാണോ നീ ചെയ്തത്, നിന്റെ ഖബറിന്റെ അകത്ത് നീ കാണുന്നതാ. ഒരു തിന്മയാണോ നീ ചെയ്തത്, നിന്റെ ഖബറിന്റെ അകത്ത് നീ കാണുന്നതാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ അവിടെ എന്തിനാ കരയുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇപ്പൊ ഒരായത്തിറങ്ങി സഹാബത്തെ, ആയത്ത് ഓർത്തുകൊണ്ട് അറിയാതെ കരഞ്ഞു പോവുകയാ. وخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات وسوف يلقون غيا. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹ് പറഞ്ഞു, നബിയേ അങ്ങയുടെ കാലം കഴിഞ്ഞു പോയാൽ, അങ്ങയുടെ സഹാബത്തിന്റെ കാലം കഴിഞ്ഞു പോയാൽ പിന്നെ ഒരു കാലഘട്ടം വരും. കർണാടകയിലെ സുല്ലിയത്ത് ഇന്ന് നിലനിൽക്കുന്ന കാലഘട്ടമതാ. കേരളത്തിന്റെ കാസർഗോഡ് ഇന്ന് നിലനിൽക്കുന്ന കാലഘട്ടമതാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങളില്ലേ അല്ലാഹുസ്സലാ, അവർ നിസ്കാരം പാഴാക്കുന്നവരാ, അവര് സർവകാര്യങ്ങളും ചെയ്യുന്നവരാ, അവര് മതപ്രസംഗം നടത്തുന്നവരാ, അവര് ദീനീ പ്രവർത്തനം നടത്തുന്നവരാ, അവര് സർവകാര്യങ്ങളും ചെയ്യുന്നവരാ. പക്ഷേ അല്ലാഹുസ്സലാ, അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്. മാത്രമല്ല അവർ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെ പിൻപറ്റുന്നവരാണ്. ശരീരം എന്തു പറയുന്നുവോ, കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്, പണത്തിന് പണം, സുഖത്തിന് സുഖം, അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരാ അവര്. ഏറ്റവും വൃത്തികെട്ട നരകമായിരിക്കും അല്ലാഹു അവർക്ക് കൊടുക്കുക എന്ന് ഓർത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഖബറിലേക്ക് പോകാൻ അൽഹംദുലില്ലാഹ് ഒരുങ്ങുക. സ്വതക്ക ചെയ്തുകൊണ്ട്, മാനുഷികമായ വെറുപ്പുകളെ മാറ്റിവെച്ചുകൊണ്ട്, പലിശയിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട്, ഹറാമുകൾ ചെയ്യാതെ കൃത്യമായി നിസ്കരിച്ചു സ്വലാത്ത് ചൊല്ലി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള ഗൗരവമുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക്കല്ലദി. എല്ലാ ദിവസവും അത് പാരായണം ചെയ്തു.